പെട്ടെന്ന് ഇങ്ങനെ അല്ലേ ഈ ഭാഗത്തൊക്കെ വാഴ കളഞ്ഞേക്കോട്ടെ. ഈ പറമ്പിൽ എന്തൊക്കെ നശിപ്പിക്കാതാ, വളരെ ഭീകരമായ ദൃശ്യങ്ങളാട്ടോ. എന്തെല്ലാം നശിപ്പിച്ച് കളയുന്നത് ദിവസവും ഇതാണ്. ഇതിപ്പോ ഇത്രയും കാലം ഇല്ലാത്ത ഒരു പുതിയ പരിപാടി. ഇപ്പം ചക്ക തിന്നുന്നത് പോട്ടെ, ചക്കയെ കഴിഞ്ഞും കഷ്ടമാണ് ഇഞ്ചി വാഴയെല്ലാം നശിപ്പിച്ച് കളഞ്ഞ, തെങ്ങ് നശിപ്പിച്ച്. ഇനിയിപ്പോ എപ്പോഴാ വരുന്നതെന്ന് പറയാൻ പോലും പറ്റിയല്ല. അങ്ങനത്തെ സ്ഥിതിയാണ്. നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പം കാണുന്നത്. ഇത് നമ്മൾ കഷ്ടപ്പെട്ട് ഇതുപോലെ ഉണ്ടാക്കുന്ന മുതൽ മൊത്തം 2 സെക്കൻഡ് കൊണ്ട് തീരുക എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് വിഷമില്ലാതിരിക്കുവോ? ഫോറസ്റ്റുകാരെന്താ പറഞ്ഞേ? ഫോറസ്റ്റുകാർ അവർ വന്ന് നോക്കി ഞങ്ങൾ എന്നാ ചെയ്യാനെന്നൊക്കെ പറഞ്ഞാണ് അവർ പോകുന്നത്. നമസ്കാരം. നമ്മൾ ഇന്നുള്ളത് വയനാട് പുൽപ്പള്ളിക്കടുത്തുള്ള മാരപ്പൻ മൂല എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ കഴിഞ്ഞ രാത്രി, അതായത് ഇന്നലെ ഒരു രാത്രിയൊക്കെ ആന വന്നിട്ട് ഒത്തിരി കൃഷി സ്ഥലങ്ങൾ നശിപ്പിച്ചു. ഒത്തിരി പേരുടെ പറമ്പിലെ സാധനങ്ങളൊക്കെ നശിപ്പിച്ചു. 1ൽ കൂടുതൽ ആൾക്കാരുടെ പറമ്പൊക്കെ നശിപ്പിച്ചു. ഒരു 5-8 പേരുടെയെങ്കിലും പറമ്പ് നശിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഒന്നേന്ന് ഓരോ സ്ഥലത്തോടെ ഓരോരുത്തരുടെ പറമ്പിൽ കൂടെ നമ്മളിപ്പോൾ ഒന്ന് കയറി കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ആ ഒരു വീട്ടിലാണുള്ളത്. അവരുടെ പറമ്പിൻ്റെ ദൃശ്യങ്ങളാണ് ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. ചാനൽ പിടിക്കാൻ പറ്റുമോ? പിന്നെ ഇത് ഒരെണ്ണമുള്ളെന്ന് തോന്നുന്നു. ഹലോ, നീ വീട്ടിൽ കയറി വന്ന നിന്റെ വീട്ടിൽ ചാനലുകാർ വന്നിട്ടുണ്ട്. ഞങ്ങളവിടെ പറമ്പിലുണ്ട്. അവിടെയല്ല, താഴത്തോട്ടുണ്ട്. താഴെല്ലാം ഉണ്ട്. ഓ, പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ കളഞ്ഞു പോയാ. ഓരോന്നും അല്ല സംഭവം. ഇപ്പൊ എന്താണെന്ന് അറിയില്ല. ചക്കയെല്ലാം 3-4 ചക്ക പറിച്ചിട്ട് എല്ലാം പറിച്ചിട്ട്. ഇത്ര ചക്കയാ പറിച്ചേ? ഇതും പറഞ്ഞല്ലേ, ഇതെങ്ങും ഉലുക്കിയിട്ടൊക്കെ നയിക്കൂലേ. ഒരെണ്ണമുള്ളൂ കേട്ടോ. ഇതൊക്കെ ഒരെണ്ണോ. ഇങ്ങനെ പുറകോട്ട് ഫോറസ്റ്റ് പോലെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ പോയാലല്ലേ ഉള്ളൂ. ഇത് കുറെ പേരുടെ പറമ്പിൽ വലിയ കാൽപ്പാടല്ലേ. പോകുന്ന വഴിക്കുള്ള എല്ലാ വാഴയും കൊല്ലല്ലേ. ഒരെണ്ണം ആയിരിക്കില്ല, 1 കൂടുതലുണ്ടാവുന്ന. ഇവിടെ വന്നിട്ടുണ്ടല്ലോ ഇതല്ലേ. ഇവിടെ വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം വന്ന ഇവിടെ ഈ വർഷം വന്ന ചുവട്ടിലൊന്നും ഇല്ല. അപ്പൊ അവര് വഴി മാറി ഇവിടെയും കാണാം. ഈ വഴിയാട്ടോ വന്നേ. ഈ വഴി ഇങ്ങനെ ഇതിലാ കയറി വന്നല്ലേ. ഇങ്ങനെയല്ല പോയെ. ഇത് കിടക്കുന്ന ഷേപ്പ് കണ്ടല്ലേ നടന്നു പോയതാ. ചക്ക പറിക്കാൻ നോക്കിയാലേ. ആൽപ്പാടൊന്നും പ്ലാവിന്റെ അടുത്തായതുകൊണ്ടേ. എന്നാലും ചെറുതൊന്നും പറിച്ചിട്ടില്ല അല്ലേ. ഇഞ്ചി വേണ്ടല്ലേ. ഇത് അത് തന്നെയാ. കഴിഞ്ഞ ദിവസം മറ്റേ പശുവിനെ തട്ടിയ സാധനം തന്നെ. അതന്നെ. ഇന്ന് രാത്രി പുറത്തിറങ്ങണ്ട കേട്ടോ. അത് ലൈറ്റ് അടിച്ചാൽ നേരെ വരും എന്ന് പറഞ്ഞു. അങ്ങനെ പറയുന്ന കേട്ടെ.
താഴേക്ക് ഇഞ്ചി കണ്ടത്തിൽ കൂടെ കേട്ടോ വന്നതാ. ഇവിടെയൊക്കെ ചവിട്ടി വെച്ചിരിക്കുന്നത്. ഇഞ്ചിയൊന്നും തിന്നിയില്ലെങ്കിൽ ഇങ്ങനെ ചവിട്ടി നശിപ്പിക്കുന്നുണ്ടല്ലേ. ഈ വീടിന്റെ ഇതിലൊക്കെയാണ് കയറിയിരിക്കുന്നത്. അതാ ആൽപ്പാട് നടക്കുന്നു. ഇങ്ങനെ വന്നിട്ട് ഇതാ ഇങ്ങോട്ട് ഇങ്ങനെയാ ആന കളഞ്ഞ കേട്ടോ. പേരെങ്ങനെയാ? ജോസ്. ഇത് എന്നാ ചേട്ടാ ഈ ആന ഇങ്ങനെ ഇറങ്ങി? ആന മിനിഞ്ഞാന്ന് രാത്രിയിലായിരുന്നു. മിനിഞ്ഞാന്ന്, അതായത് ഇന്നലെ വെളുപ്പിനല്ലേ? ഇന്നലെ വെളുപ്പിന്. ഒത്തിരി നാശം, കുറെ വാഴകൾ കളഞ്ഞ്, തെങ്ങ് ഒക്കെ പോയിട്ടുണ്ടല്ലേ? കവുങ്ങുകളെല്ലാം ചവിട്ടിച്ചയച്ച് പല ആൾക്കാരുടെ പറമ്പിലെ പോയിട്ടുണ്ട്. ഒരു രാത്രി മൊത്തം താണ്ഡവായിരുന്നു. ഇത് ഒരാനയാണോ ഒന്നിൽ കൂടുതൽ ആനയുണ്ടെന്ന് തോന്നണേ. മെയിനായിട്ട് ഒരു ആനയുടെ കാൽപ്പാടാണ് വലിയ കാൽപ്പാട് കാണുന്നത്. ഫോറസ്റ്റുകാരെന്താ പറഞ്ഞേ? ഫോറസ്റ്റുകാർ അവർ വന്ന് നോക്കി ഞങ്ങൾ എന്നാ ചെയ്യാനെന്നൊക്കെ പറഞ്ഞാണ് അവർ പോകുന്നത്. അപ്പൊ ഒരു ഫെൻസിങ് കാര്യങ്ങളൊന്നും ഇല്ല. ഇത് ഇറങ്ങി വരുന്ന ഈ കാട് സൈഡിൽ നിന്ന് വരുമ്പം ഭാഗത്തുനിന്നല്ലേ? വരുമ്പോ ഭാഗത്തുനിന്ന് കൂടുതൽ വരുന്നത്. അതുപോലെ മൂഴിയുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രണ്ടുപേരും കൂടെ വന്നിച്ച് ഇവിടെ വന്നൊക്കെ സംഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അവിടെ ഒരു പശുവിനെ കുത്തി അതെ തന്നെയാ. അപ്പൊ മനുഷ്യജീവനും തന്നെ അതൊരു ഭീഷണിയാകാൻ സാധ്യതയുണ്ട്. രാത്രി പുറത്തിറങ്ങാനോ ഒന്ന് കാര്യങ്ങൾക്കൊന്നും സാധിക്കാൻ വളരെ ബുദ്ധിമുട്ടാന്ന് തോന്നണേ ഈ ആനയുടെ ശല്യം കാരണം. ചക്കയെല്ലാം ഞങ്ങൾ നേരത്തെ തന്നെ വെട്ടി കുറെ കളഞ്ഞായിരുന്നു. പിന്നെ മണ്ടയിലുള്ള ചക്ക മാത്രമേ ഇപ്പൊ ഞങ്ങൾക്ക് ലഭിക്കുന്നുള്ളൂ. പിഞ്ച് അവര് എടുക്കാറേ ഇല്ല. ചെറിയ പ്ലാവാണെങ്കിൽ മറിച്ച് കളയാ അല്ലെ? ചെറുതെല്ലാം കുത്തി മറിച്ചിട്ട് പോവാണ്. ഈ ഒരു മാവല്ലേ ഇന്നലെ പറഞ്ഞു? ഈ ആ മാവാണ് അവര് വന്നിട്ട് ഇവിടെ കുലിക്കട്ടോ. ഇങ്ങനെ വന്നിട്ട് ഈ റോഡും ക്രോസ് ചെയ്ത് ഇങ്ങനെയാണ് ആ പറമ്പിലേക്ക് ഇറങ്ങിയത്. ഇതിലല്ല കയറിപ്പോയെ? ചുമ്മാ കയറി നോക്കിയാലോ? പിന്നെ അപ്പുറം പോയാൽ വലിയ പന്നിക്കൂടാ. പന്നീന്റെ ആവാസ ഇതാ വാട. ഇങ്ങനെ കേട്ടോ ആന പോയേക്കണേ. ഇങ്ങോട്ടാ പോന്നെ? മനസ്സിലായില്ലേ? ആ റോഡിലേക്ക് അടിയ. ഇല്ല ഇങ്ങോട്ട് പോയ. ഇങ്ങോട്ടാ പോയ. ഇല്ല കാലിന്റെ ഫ്രണ്ട് ഏതാ? ഇത് ബൈക്കാ? ഫ്രണ്ട് വലിയ കാല്. അതാ ഇവിടെ അങ്ങോട്ടാ. കവുങ്ങൊക്കെ നോക്കിയാ പോയെ. ഇങ്ങോട്ടാ കയറിയിരുന്നു. ചേട്ടാ ഈ വഴിക്ക് ഈ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വെളുപ്പിന് 12 മണിക്ക് ശേഷം ഈ വഴിക്കാണ് വന്നിട്ട് ഇങ്ങനെ അങ്ങ് പോയി. ഉള്ളത് വാഴയും ഇവിടെ എല്ലാം ചുറ്റും വീടുകളുള്ള സ്ഥലമല്ലേ? ചുറ്റും വീടുകളൊക്കെ ഉണ്ട്. പിന്നെ മാരപ്പമ്പരം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. കുറച്ച് ഇവിടുന്ന് 10-15 മിനിറ്റ് നടന്നാൽ കിട്ടും. അവിടെ 5-6 പേരുടെ വാഴയും തെങ്ങും കവുങ്ങും ഒക്കെ പറിച്ചു ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് ഞാനിനി ഏതായാലും അങ്ങോട്ടാ പോകുന്നത്. അങ്ങോട്ടൊന്ന് കാണിക്കണം. ആനയായിട്ടും എല്ലാം നശിപ്പിക്കും അല്ലേ? ഇതൊക്കെ പന്നി നശിപ്പിച്ചേക്കുന്ന കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പന്നിയുടെ ശല്യം ഒരു സൈഡിൽ ഇതുണ്ട്. ആനയുടെ കാൽപ്പാട് ഇഷ്ടം പോലെ കേട്ടോ, എല്ലായിടത്തും ഉണ്ട്. കാൽപ്പാട് ഫോളോ ചെയ്ത് പോയാൽ മതി. ഇങ്ങനെ ഇതുണ്ടോ, ഇങ്ങനെയാണ് പോയേക്കുന്നത്. കണ്ട സ്ഥലത്തുനിന്ന് ഒരു 1/2 കിലോമീറ്റർ അപ്പുറമുള്ളൊരു സ്ഥലം കേട്ടോ അത്. അവിടെ നിന്ന് ആന നേരെ പോകുന്നത് ഇങ്ങോട്ടാണ്. ഇത് ഇതൊക്കെ ആന വലിച്ചു പറിച്ചിട്ടാ അല്ലേ? ആന അതിലിങ്ങനെ ഒരു ഇത്. വേറെ എന്തേലും പറമ്പിൽ കളഞ്ഞിട്ടുണ്ടോ? വാഴയാ? ഇവിടെ വാഴയും കളഞ്ഞിട്ടുണ്ട് കേട്ടോ. പോകുന്ന വഴിക്ക് എന്തോരാ നശിപ്പിക്കുന്നില്ല. പിന്നെ തിന്നിട്ടും കുറേ വാഴയുണ്ട് കേട്ടോ. കുറേ വാഴയുണ്ട്. ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും വാഴ തന്നെ കേട്ടോ. കുറേ വാഴ നശിപ്പിച്ചാൽ മതി. ഇതിനോടെ ഒന്ന് വരാമോ? ആണല്ലേ? ഒന്ന് വരാമോ എൻ്റെ കൂടെ? ഇതിൽ ഇങ്ങോട്ടും പോയിട്ടുണ്ടല്ലോ. പോയതാ? വഴിപ്പാടാണ്. കൊണ്ടമാനം കളഞ്ഞില്ല കേട്ടോ. കൊല പിഞ്ചു കൊല ആയതുണ്ടല്ലേ? പിണ്ടി കംപ്ലീറ്റ് ഇതാ. അവിടെ ആനപ്പിണ്ടം കിടപ്പുണ്ട് കേട്ടോ. ഊരിട്ടിട്ട് പോയിരുന്നു.
പിന്നെ പെട്ടെന്ന് ഇങ്ങനെ അല്ലേ പോലീസുകാരന്റെ വീട്ടിലുണ്ടായിരുന്നു. ഈ ഭാഗത്തൊക്കെ വാഴ കളഞ്ഞേക്കോട്ടെ. ഈ പറമ്പിൽ എന്തൊക്കെ നശിപ്പിക്കാതാ. എങ്ങോട്ട് നോക്കിയാലും വാഴ കളഞ്ഞേക്കാം. വളരെ ഭീകരമായ ദൃശ്യങ്ങളാട്ടോ. എന്താ ഭീകരമായ ദൃശ്യങ്ങൾ, എങ്ങോട്ട് നോക്കിയാലും ഇത് തന്നെ കാണാനുള്ളൂ. അതല്ല കൊല മാത്രം ഒഴിവാക്കിയിട്ട് പിണ്ടി കംപ്ലീറ്റ് തിന്നേക്കുക. ഇത് ഇവിടെയുണ്ട്. ഉണ്ടോ? ഭീകരാക്രമണം കേട്ടോ നടന്നേക്കാം. ഭീകരാക്രമണം. ഈ ചക്കയൊക്കെ ആണ് പറിച്ചിട്ടേക്കുന്നയാ? അതെന്നാ ചക്ക തിന്നാഞ്ഞ്? അതെ, ചക്ക തന്നെ തിന്നാഞ്ഞ്? ചുമ്മാ കളഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ? ഉണ്ടോ? പ്ലാവേന്ന് ചക്ക ഇട്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ വാഴ കേട്ടോ. പ്രദേശമൊക്കെ ഇപ്പൊ ഒരുമാതിരി പന്നി കളഞ്ഞുണ്ടല്ലേ. മിനിങ്ങാന്ന് 3:30 ആയപ്പോ ഞാൻ ഇറങ്ങി വരുമ്പോ നമ്മുടെ പെരയുടെ മൂലയ്ക്ക് ഒരു ശരിക്കും ഒരു പാറക്കൂട്ടം നിൽക്കുന്ന പോലെ കണ്ടു. അത് ഇങ്ങനെ അനങ്ങുന്ന കണ്ടപ്പോഴാണ് നമ്മൾ ചെന്ന് പേടിച്ചിട്ട് ലൈറ്റ് എടുത്ത് വന്ന് നോക്കുമ്പോ പതുക്കെ വിട്ടുപോയി. കരിമ്പ് തിന്നോണ്ടിരിക്കുകയായിരുന്നു. തെങ്ങെല്ലാം മൊത്തം നശിപ്പിച്ചു കളഞ്ഞ്, വാഴ നശിപ്പിച്ചു കളഞ്ഞു, എന്തെല്ലാം നശിപ്പിച്ചു കളയുന്നത്. ദിവസവും ഇതാണ്. ഇതിപ്പോ ഇത്രയും കാലം ഇല്ലാത്ത ഒരു പുതിയ പരിപാടി ഇപ്പം പുതിയതായിട്ട് ഇവിടെ ഇതുവരെ വന്നിട്ടില്ല. ഇപ്പൊ ഈ വർഷമാണ് ഇതുപോലെ കാണുന്നത്. ഈ ചക്കയും ചക്ക തിന്നുന്നത് പോട്ടെ, ചക്കയെ കഴിഞ്ഞും കഷ്ടമാണ്. ഇഞ്ചിയും വാഴയെല്ലാം നശിപ്പിച്ചു കളഞ്ഞ്, തെങ്ങും നശിപ്പിച്ചു. ഇനിയിപ്പോ എപ്പോഴാ വരുന്നതെന്ന് പറയാൻ പോലും പറ്റിയല്ല. അങ്ങനത്തെ സ്ഥിതിയാണ്. നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പം കാണുന്നത്. ഇത് നമ്മൾ കഷ്ടപ്പെട്ട് ഇതുപോലെ ഉണ്ടാക്കുന്ന മുതൽ മൊത്തം 2 സെക്കൻഡ് കൊണ്ട് തീരുക എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് വിഷമമില്ലാതിരിക്കുമോ? ഒരു കൃഷിക്കാരൻ്റെ വിഷമം എന്താണെന്നുള്ളത് ആർക്കും മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. അത്രയും ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. എന്തേരം കഷ്ടപ്പെട്ട് ഓരോന്നും കൊച്ചു പിള്ളേരെ കൊണ്ടുവന്ന് നടക്കുന്ന പോലെ സെക്കൻഡ് കൊണ്ട് തീർന്ന് പോകുന്നത്. ആരോടിത് പറയുന്നത്? ഇത് ശരിക്കും പറഞ്ഞാൽ നൈറ്റൊക്കെ ഈ ഫോറസ്റ്റർമാർ നടക്കുകയാണെങ്കിൽ കുറേയൊക്കെ ആനയെ ഒഴിവാക്കാം. നൈറ്റ് ആൾക്കാർ വേണമെന്ന് ഞാൻ പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ കുറേയൊക്കെ ഒഴിവായി കിട്ടും. നൈറ്റ് ഫോറസ്റ്റർമാരെ ആക്കണം. എന്നാൽ മാത്രമേ ഇവിടെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതിന് ഗവൺമെൻറ് അതിൻ്റെ മുൻകൈ എടുത്തേ പറ്റുള്ളൂ. ഞാനത് എനിക്ക് പറയാനുള്ളത്. ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ മുതലൊക്കെ നഷ്ടപ്പെട്ടു പോകുകയെന്ന് പറഞ്ഞാൽ നമുക്ക് ഗവൺമെൻറ് ആരും 10 പൈസ തരില്ല. നമ്മുടെ പൈസ ഗവൺമെൻറ് മേടിക്കുന്നതല്ലാതെ ഗവൺമെൻറ് നമുക്കൊരു 10 പൈസ തരുന്നില്ല. ഉള്ളത് ഇങ്ങനെ ആനയും കൂടെ കൊണ്ടുപോയല്ലേ. ഞങ്ങൾ നികുതി അടച്ച് ഇങ്ങനെ ജീവിക്കുക. ഗവൺമെൻറ് നമുക്ക് ഒന്നും തരുന്നില്ല. ഗവൺമെൻറ് നമ്മളോട് പിടിച്ച് മേടിക്കുക. ഏത് രീതിയിലായാലും നമുക്ക് നഷ്ടപരിഹാരമായിട്ട് എന്ത് കിട്ടും? ഇനി വട്ടപൂജ്യം ചെറിയൊരു പൈസ പേരില്. അതിന് ഞാൻ കൊടുക്കാനേ പോകുന്നില്ല. എന്തിന് വെറുതെ കൊടുത്തിട്ട് എന്നാ കാര്യം? ഇവരൊരു 10 പൈസ തരികയില്ല. കൊടുക്കുന്നതായിട്ട് ആരുടെയും കിട്ടുന്നില്ല. ആർക്കും കിട്ടുന്നില്ല. വല്ലവരും നക്കാപ്പിച്ച കിട്ടിയെങ്കിലായി. ഇത് കൊമ്പനാന തന്നെയല്ലേ? കൊമ്പന വലിയ ഭയങ്കര ഒരു ആനയാന്നല്ല. പിന്നെ ചുള്ളിക്കൊമ്പൻ അവര് വിളിക്കുന്ന മറ്റേ കഴിഞ്ഞ ദിവസം പശുവിനെ കൊന്ന ആന തന്നെയായിരിക്കും അല്ലേ? അത് അറിയത്തില്ല. ഒന്നല്ല. പക്ഷെ ലാസ്റ്റ് നമ്മുടെ വീടിന്റെ മൂലയ്ക്ക്, അടുക്കളയുടെ മൂലയ്ക്ക് വന്ന് നിന്നത് ഈ വലിയൊരു ആന. കൊമ്പൻ. നല്ല മെഴുത്ത ഒരു സാധനം. നമ്മൾ തന്നെ ഞെട്ടിപ്പോയി. വേറെ വല്ലവരാണ് അങ്ങോട്ട് അടുക്കുകയല്ല. നമ്മള് ഓട്ടോമാറ്റിക്കായിട്ട് പന്നിയാന്ന് വിചാരിച്ചാ ഇറങ്ങിയത്. പക്ഷെ പന്നിയല്ലായിരുന്നു, ഇത് ആനയായിരുന്നു. വീടിന്റെ മുറ്റത്തെ അത് ഈ സൈഡില് ഷീറ്റ് ഇട്ടോണ്ട് തട്ടിയതാ. അല്ലെങ്കിൽ അത് പെരയും കൂടെ കളഞ്ഞേനെ. ആ ഒച്ച കേട്ടോണ്ടാ ഇറങ്ങിയത്. പന്നിയായിരിക്കും എന്ന് വിചാരിച്ച് പതുക്കെ ലൈറ്റ് ഇട്ട് ഞാൻ ടോർച്ചും അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പതുക്കെ നീങ്ങി തൊട്ട് മുകളിൽ കൂടെ കയറി അങ്ങോട്ട് പോയി. ചേട്ടന്റെ പറമ്പിലല്ലാതെ ഈ അടുത്ത് വേറെ തൊട്ടടുത്ത പറമ്പ് അതൊന്നും കാണിച്ചു തരാം. പിന്നെ ഇത് ഉണ്ട്. ഇനി മറ്റേ പോലീസുകാരന്റെ വീടുണ്ട്. ചവിട്ടി കുഴിച്ചു വെച്ചിട്ടുണ്ട്. എല്ലായിടത്തും മഴ കളഞ്ഞേക്കോട്ടെ. കംപ്ലീറ്റ് കളഞ്ഞ. പുള്ളിയുടെ തെങ്ങൊക്കെ തകർത്തെന്നാ പറഞ്ഞത് പോലീസുകാരന്റെ. ഇതിലേ ഇറങ്ങി പോയേക്കുന്നേ. ഇതിലേക്കൂടി എങ്ങാണ്ടാ വന്നേ. പക്ഷെ ഞാനത് കൃത്യമായിട്ട് കണ്ടില്ല. ഇപ്പൊ ഇവരിന്ന് പുല്ലടിച്ചോണ്ട് കൃത്യമായിട്ട് അറിയാം. ഇതുണ്ടോ തെങ്ങ്? ഇതെല്ലാം ഇതിലാ തിന്നിട്ട് ഇലേ വന്നേ. ഇതുണ്ടോ വെട്ടിക്കൂട്ടി വെച്ചേക്ക ഉള്ളി. ഇതെല്ലാം തിന്ന ഈ തെങ്ങ്. പിന്നെ അവിടെ ഫ്രണ്ടിലുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അത് തെങ്ങ കടിച്ചു തിന്നുമല്ലേ? മടല്
വാഴയൊക്കെ അല്ലേ ക്ലിയർ ആക്കി വെച്ചേക്കുന്നല്ലേ ഇത് മൊത്തം നശിപ്പിച്ചായിരുന്നു കേട്ടോ മൊത്തം. അല്ല സാബു ചേട്ടാ ഇതിലെയാണോ വന്നേ? അല്ലല്ല അല്ലേ? ഇറങ്ങിയിട്ട് വന്നോ ആണോ? ആ വാഴ ഒരെണ്ണം തീർത്തല്ലേ? ഒരു പോക്കിന് എന്തോരല്ലേ കളഞ്ഞേക്കുന്നത്? അല്ല അങ്ങോട്ടൊന്നും അല്ല അതേ അതുണ്ടേ. തെങ്ങ് അല്ലേ? മിക്കാറും തെങ്ങും കടിച്ചിട്ടുണ്ടല്ലേ? ഇങ്ങോട്ട് കാണിച്ചു തരാം. ഇതുണ്ടല്ലോ അതൊക്കെ ഞാനും വെട്ടി കളയും ഇതേ. അതെ ഞാനത് അത് ഇനി പരാതി ബുദ്ധിമുട്ടെന്നറിയോ പറഞ്ഞാല് നമ്മളിപ്പോ ഒരു തെങ്ങിൻ തൈയുടെ വില ആണ് 600 രൂപ കിട്ടും. അതെ ഒരു തെങ്ങിൻ തൈ നമ്മള് അത് എത്ര നാള് ഒരു മുഴുത്ത തെങ്ങ് പോയാൽ 600 രൂപ കിട്ടുന്നത്. അത് വളർത്തിയിട്ട് കൊലയാണ് സമയത്താണ് ഈ അതെ അതാണ് ഏറ്റവും വലിയ വിഷമം. കളഞ്ഞു വെക്കാൻ എന്നാ സാവിച്ചേട്ടാ ഇതെല്ലാം കഴിഞ്ഞ് നിരത്തി വന്നപ്പോഴാ 3:30 ഞാൻ ഏറ്റ് ഒച്ചപ്പാട് ഏറ്റ് ഞാൻ വീണ്ടും ഇതിന്റെ കുഴപ്പം നമ്മുടെ ഇതെല്ലാം കൊലച്ച വാഴകളാണ്. കൊല തന്നെയല്ല പിണ്ടി മാത്രം. പിണ്ടി മാത്രം വിണ്ടി തിന്നുള്ളൂ എന്നാ ഇത് വേണം വെച്ചു. നമ്മളൊരു പന്നിയാ കണ്ടോ? പന്നിയുണ്ടല്ലേ? പിന്നെ എല്ലായിടത്തും പന്നി. അത് ഒത്തിരി കാൽപ്പാട് എല്ലാ പറമ്പിലും കാണുന്നു. അതല്ല എല്ലാ സ്ഥലത്തും വീടിന്റെ മുറ്റത്ത് കാൽപ്പാട് കാണാട്ടോ ആള് വാട കണ്ടോ? ഇത് കേട്ടോ അവിടുന്ന് നേരെ ഇങ്ങോട്ട് ഇറങ്ങി ഇങ്ങനെ ഇറങ്ങിയേക്കണം കേട്ടോ. മുമ്പ് പന്നി വന്ന് ഇഞ്ചി എല്ലാം കുത്തി മറിച്ചു താഴെ. ശരിയേ? കാണാട്ടോ വേണ്ട വേണ്ട ഞാൻ ഇത് ബാക്കിയും കൂടെ എടുക്കും. ഏതാ എല്ലാം തീരുമാനിക്കുക. ഇത്രയും പെരുമാറി ഇവിടെ അല്ലേ? ഇന്ന് പേപ്പർ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ പേപ്പറിൽ കാണുമ്പോൾ നമുക്ക് ഇത്രയും മനസ്സിലാവില്ലല്ലോ. ഇത്രയും മനസ്സിലാവില്ലല്ലോ നേരിട്ട് കാണുന്ന ഒരു ഇതില്ലല്ലോ. കംപ്ലീറ്റ് കളഞ്ഞേക്കോട്ടെ. ഇല്ല ഇത് ഒരെണ്ണേ ഉള്ളൂ. അല്ല ഒന്നിൽ കൂടുതലുണ്ടല്ലേ? എൻ്റെ ചേട്ടൻ്റെ വീടിൻ്റെ മുറ്റത്ത് വന്നെന്ന് പറഞ്ഞില്ല. ഇതിലെങ്ങനെയാ നടന്നത് അല്ലേ? ഇതിലെ കാൽപ്പാടുണ്ട്. വലിയ കുഴി കാണാം കേട്ടോ. ഇവിടെ കരിമ്പ് തിന്നേ. അതല്ലേ ആദ്യം ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ കരിമ്പായിരുന്നു ഈ ഭാഗത്ത്. അത് മൊത്തം തിന്ന് ഇവിടെ എല്ലാം നിരപ്പാക്കി ചക്ക പറിച്ചു. ഇവിടെ അടിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ തട്ടുന്നുണ്ടായിരുന്നു അല്ലേ? ഞാൻ അവിടെ മനസ്സിലായത്. നോക്കുമ്പോ ഇങ്ങനെ പർവ്വതം പോലെ ഒരു പാറക്കൂട്ടം പോലെ നിൽപ്പുണ്ട്. ഇവിടെ നിൽക്കുവല്ലേ? പാറക്കൂട്ടം പോലെ ഒരെണ്ണം. അപ്പൊ ഞാനും എന്താന്ന് അന്തം വിട്ടുപോയി ഇത് എന്താ സംഭവം എന്നുള്ളത്. ആ സമയത്ത് ഏതോ മനുഷ്യനും പേടിച്ചു പോകുമല്ലോ. വീടിന്റെ മുറ്റത്ത് ഇത്രയും അടുത്ത് വരിക എന്ന് പറഞ്ഞാൽ ഇതുവരെയും കാണാത്ത സംഭവമല്ലേ. ഇവിടെ അങ്ങനെ ആദ്യമായിട്ടാണ് വരുന്നത്. ഇതുവരെയും വരാത്ത സംഭവം. കരിമ്പ് വെട്ടിക്കളഞ്ഞല്ലേ? ആ കരിമ്പ് ഞാൻ അന്നേരം വെട്ടിക്കളഞ്ഞു. രാവിലെ തന്നെ വെട്ടം വീണപ്പോളെ വെട്ടി ആദ്യം അതാ അവിടുന്ന് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇവിടെ വന്നിട്ട് പിന്നെ ഇങ്ങനെ കയറി പുറത്തോട്ട് പോയി അല്ലേ? ആ വാഴയുടെ അടുത്ത് കൂടെ തന്നെ പോയി. ഏതായാലും പൈപ്പ് പൊട്ടിക്കാതെ രക്ഷപ്പെട്ടു. വെള്ളം കൂടി അതുകൊണ്ട് മുട്ടിയില്ല. കയറ് കെട്ടിയിട്ടേക്കുന്നുണ്ടോ? അതെ അതെന്ന് അത്രയുമായിട്ടാ പോയത്. ഇല്ല അങ്ങനെ തട്ടൂല. പക്ഷെ അത് പൈപ്പ് ഇങ്ങനെ ഒരു ആട്ടം ഉണ്ടല്ലോ. പൈപ്പ് സ്റ്റഡി ആയിട്ട് നിൽക്കുമല്ലോ. നമുക്ക് വെള്ളം അപ്പൊ ഇനിയും ഇനിയും വരാൻ സാധ്യതയുണ്ട്. അതാണ് ഇനി പേടി. ആദ്യമായിട്ടുള്ള അനുഭവം അല്ലേ? പേടി ആദ്യമായിട്ടുള്ള അനുഭവം അല്ലേ? അത് ആദ്യമായിട്ടാ. അപ്രതീക്ഷിതമായിട്ട് രാവിലെ ഒച്ചപ്പാട് കേട്ടോണ്ട് അനക്കം കേട്ടോണ്ട് ഓടി. അവിടെ 12 മണിയായപ്പോൾ അവിടെ വന്ന് 3 മണിയായപ്പോ 3:30 ഇപ്പൊ ഇങ്ങനെ റൗണ്ട് അടിച്ചു. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒക്കെ വീടുകളിൽ പോയിട്ടുണ്ടാവും. 3:30 അറിയത്തില്ലാത്ത വീടുകളായിരിക്കും. 3:30 വരുമ്പോ അതെ വരാൻ മുട്ടിയാ. 3:30 അപ്പൊ 3:30 ആയപ്പോ ഞാൻ നോക്കുമ്പോ വരയെ കഴിഞ്ഞ് മുകളിൽ ഒരു വലിയ പാറക്കൂട്ടം നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതെന്നെ നോക്കും. ആന ഭയങ്കരമായിട്ട് പെട്ടെന്ന് പേടിച്ചു പോയി. അത് ഇവിടെ കരിമ്പ് തിന്നോണ്ടില്ല. കരിമ്പ് തിന്നോണ്ടിരിക്കുകയായിരുന്നു. കരിമ്പിന്റെ കണ്ട് കാണാം കേട്ടോ. അത് വെട്ടി ഞാൻ അന്നേരം തെങ്ങിന്റെ ചോട്ടി കൊണ്ട് ഇട്ടു. വെട്ടി കളഞ്ഞല്ലേ? എന്നാ നാളെ അതും ചെറുതാ. ഇങ്ങനെയാണെങ്കിൽ കൃഷി വലിയ ബുദ്ധിമുട്ടല്ലേ? കൃഷി ഭയങ്കര ബുദ്ധിമുട്ട്. കൃഷിക്കാരന്റെ സ്ഥിതി അതോതിയായി. ഇപ്പൊ ഈ മൃഗങ്ങൾ വീട്ടിൽ ഇതുവരെയും വരാത്ത മൃഗങ്ങൾ വരാൻ തുടങ്ങിയതോടുകൂടി തീർന്നില്ലേ മൊത്തം. പ്രതീക്ഷകളെല്ലാം തീർന്നല്ലോ. ഒരു എന്ത് ധൈര്യത്തിലാണ് നമുക്ക് ഒരു കൃഷി ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ഇത്രയും കാത്തു സൂക്ഷിച്ച സാധനങ്ങൾ മൊത്തം നഷ്ടപ്പെട്ടു പോവാന്ന് പറഞ്ഞാല് ഒന്ന് ആലോചിച്ച് നോക്കി. പ്ലാവിന്റെ എല്ലാം വെട്ടിക്കളയാട്ടോ. ഇപ്പം ആനയുടെ ശല്യം കാരണം ചക്കയും പ്ലാവും എല്ലാം കളയാട്ടോ. കളയുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്.
പേടിച്ചിട്ടാ വെട്ടിക്കളയുന്നത്. കാരണം ഇനിയെങ്കിലും വരാതിരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇത് കണ്ടില്ലേ, അതെല്ലാം വെട്ടിക്കളഞ്ഞു. മരുഭൂമി ആക്കേണ്ടി വരുമായിരിക്കും ഇനി. ഇതിപ്പോൾ മരുഭൂമി ആക്കുക. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇപ്പോൾ വളരെ ദാരുണമായിട്ടുള്ള കാഴ്ചകളാണ്. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എത്ര നാളുകൊണ്ടാക്കിയെടുക്കുന്ന മുതലാണ് ഈ നശിപ്പിച്ച് കളയുന്നതെന്നുള്ളതാണ്. തെങ്ങുകൾ എത്ര എണ്ണ കളഞ്ഞേക്കുന്നറിയാം. നമ്മൾ കാണുമ്പോൾ തെങ്ങ് അവിടെ ഉണ്ടല്ലോ എന്ന് തോന്നും, പക്ഷേ തെങ്ങിൻ്റെ പൂമടക്കമുള്ള സാധനങ്ങളൊക്കെ ആന തിന്നിട്ടുണ്ട് കേട്ടോ. മറിച്ചിട്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. തെങ്ങിനധികം ഹൈറ്റ് ഇല്ലാത്ത തെങ്ങായതുകൊണ്ട്. അപ്പോൾ ഇത് അതുപോലെ തന്നെ വാഴ എത്ര എണ്ണ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വീട് കണ്ടു, ആ വീടിൻ്റെ മുന്നിലാണ് ആന നിന്ന് തിന്നുകൊണ്ടിരുന്നത്. നമ്മൾ ആദ്യം തുടക്കത്തിൽ കണ്ട ആ വീട്ടുകാരുടെ പറമ്പിലും ഒത്തിരി വാഴകളും കാര്യങ്ങളും പോയിട്ടുണ്ട്. മറ്റൊരു വീടിൻ്റെ മുറ്റത്തോടെ അവരുടെ ടൈല് വഴിയൊക്കെ ക്രോസ് ചെയ്താണ് ആന ഈ അവസാനം കാണിച്ച ഭാഗത്തേക്കൊക്കെ വന്നത്. അതായത് ഒരു 12 മണിക്ക് കണ്ട ആൾക്കാരുണ്ട്, 3 മണിക്ക് കണ്ട ആൾക്കാരുണ്ട്, 3:30 കണ്ട ആൾക്കാരുണ്ട്. അപ്പോൾ ആന ഇങ്ങനെ ഒരു സൈഡ് ചേർന്ന് ഇങ്ങനെ പോയിക്കൊണ്ട് മിക്കവാറും പേരും കണ്ടിരിക്കുന്ന ഒരു കൊമ്പനാനയാണ്, മുഴുത്തൊരു കൊമ്പനാനയാണ്. ഈ ഒരു സ്ഥലത്തിന് ഒരു 3/4 കിലോമീറ്റർ അപ്പുറത്താണ് ഒരാഴ്ചയല്ല, 4 ദിവസം മുന്നേ ഒരു പശുവിനെ ആന കുത്തിക്കൊന്നത്. ആ വീഡിയോ നമ്മൾ ഈ ചാനലിൽ കൂടെ തന്നെ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ ആ സ്ഥലത്തിനോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഒരുപക്ഷെ ആ ആന തന്നെ ആകാൻ സാധ്യതയുണ്ട്. ചുള്ളിക്കൊമ്പൻ എന്നാണ് അന്ന് അവർ ആ ആനേനെ പേരിട്ട് വിളിച്ചത്. വലിയൊരു ആനയാണ്, ഭയങ്കര ദേഷ്യക്കാരനായിട്ടുള്ള ആനയാണ്. ഇതിപ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആസ് യൂഷ്വൽ ഫോറസ്റ്റുകാരും ഇത് മൈൻഡാക്കുന്ന പോലും ഇല്ല. ഇപ്പോൾ അവർ തന്നെ പറയുന്നത് നമ്മൾ നേരിട്ട് കേട്ടതാണ്. നമ്മളാരും ഒന്നും കെട്ടിച്ചമച്ച് പറയുന്നതല്ല, അവർ നേരിട്ട് പറയുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങൾ അവർ നേരിട്ട് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഈ ചാനലിൽ കൂടെ കാണിക്കുന്നത്. അപ്പോൾ വളരെ ദുഃഖകരമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണ് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും വളരെ കഷ്ടമാണ് കർഷകരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇതുപോലെ അനവധി കേസുകളാണ് ദിവസം എന്ന് പറയുന്ന പോലെ ഓരോ ദിവസം കഴിയുമ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കർഷകരുടെ ഈ ദുരിതത്തിന് എന്ന് അറുതി ഉണ്ടാവുമെന്ന് നമുക്കറിയത്തില്ല. പോയത് ഈ കർഷകർക്ക് മാത്രമാണ് പോയിരിക്കുന്നത്. പല ആൾക്കാരും കൃഷി ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ വീണ്ടും എല്ലാവരും പറയാം കൃഷി ഉപേക്ഷിക്കുകയാണ്. ഇത് കേട്ടിട്ടും ഇല്ല, ഇങ്ങനെ എല്ലാ ആൾക്കാരും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടും ആരും ഇതിനൊരു ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഒരു ശ്രമവും നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള അവസ്ഥ. ഏതായാലും ഇത്രയ്ക്കാണ് ഈ ഒരു ഭാഗത്തു നിന്ന് എനിക്ക് നിങ്ങളെ കാണിക്കാനായിട്ടുള്ളതും അതുപോലെ തന്നെ ഇവരുടെയൊക്കെ ഒരു അനുഭവം പങ്കുവെക്കാനായിട്ടുള്ളതും. ഇത്രയ്ക്കാണ് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. വീണ്ടും മറ്റൊരു ദിവസം നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.